പിന്നെ ഇതിന് ക്രൂയിസ് കൺട്രോളൊക്കെ ഉണ്ട്. കണ്ടോ കണ്ടോ, ഞാൻ കൈ കൊടുക്കുന്നില്ല. മൊത്തത്തിൽ കളിപ്പറിക്കാനായിട്ട് ആണ് ഇത്. കണ്ടോ, ഇത് ഫുള്ള് തുരുമ്പ്. ഓ ഗൈസ്, ഹെവി മഴയാണ് കേട്ടോ. ഹെവി മഴയെന്ന് പറഞ്ഞാൽ അന്യായ മഴയാണ്. ഈ മഴയത്ത് നമുക്കൊരു 8ൻ്റെ പണി കിട്ടി. 8ൻ്റെ പണി എന്നും കിട്ടുകയാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഈ മഴയത്ത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതേ നമ്മുടെ വണ്ടിയിൽ ഈ വെള്ളം എങ്ങനെയൊക്കെ കയറി ഇറങ്ങി ഇപ്പം വണ്ടി ഓണാവാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പം ഓണാവത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണാവും 20 മണ്ടയ്ക്കോ അല്ലെങ്കിൽ 10 മണ്ടയ്ക്കോ കയറി കഴിഞ്ഞാൽ വണ്ടി പമ്മി അപ്പോൾ ഓഫാവും. അപ്പോൾ ഇതൊന്ന് കാണിക്കാനായിട്ട് നമ്മൾ മോട്ടോ കൗണ്ടിയിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. മോട്ടോ കൗണ്ടി കൊണ്ടുപോയിട്ട് നമുക്ക് എന്തായാലും വണ്ടി അയച്ച് ടാങ്കിൽ എന്താണ് അവസ്ഥ എന്നൊന്ന് കാണിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് എക്സ്പൾസ് ഇവിടെ ഇരിക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും തന്നെ. ഇനിയിപ്പോൾ നമ്മൾ മൺസൂൺ റൈഡ് കുറച്ച് പോകാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വണ്ടി കഴുകി ഫുള്ള് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സർവീസൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മൺസൂൺ റൈഡ് വീഡിയോസ് ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം ഈ V2-നെ പറ്റിയിട്ട് ഒരുപാട് NOC ഒക്കെ എന്തൊക്കെയാണ് ഒരു പിന്നെ അതുപോലെ തന്നെ ഒരു ഗുഡ് ന്യൂസും കൂടെ ഉണ്ട്. ഇതിൻ്റെ NOCയും കാര്യങ്ങളൊക്കെ റെഡിയായി. നമ്മളിട്ട വീഡിയോ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഇതിൻ്റെ NOCയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ട് പൈസ കൊടുത്തിട്ടാണെങ്കിലും. അപ്പോൾ ഇത് സെയിലായി കസ്റ്റമറിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളിത് ഫുള്ളൊന്ന് സർവീസ് ചെയ്ത് ഇതിൻ്റെ ടാങ്കൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് മോട്ടോ കോണ്ടിയിലോട്ട് പോകാനാണ്. അപ്പം വണ്ടികളൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലം വരുന്ന സമയത്ത് രാവിലെ തൊട്ട് ഇതേ അന്യായമായ മഴയാണ് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ. അല്ലെങ്കിൽ എല്ലായിടും ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ V2 ഓട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു. എക്സ്പൾസ് V3 അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് V3 ആണോ അതുപോലെ അതുപോലെ തന്നെ V3 ആണോ അതോ നമ്മുടെ V2 ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു റെയിൻ കോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ മറ്റേ റൈനോക്സിൻ്റെ ഒരു കവർ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എന്തോ മഴക്കാലം ആകുമ്പം ഇതിൻ്റെ ഒരു ഫീലൊന്ന് വേറെയാണ്. 100 രൂപയുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സാധനം കൂടെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എക്സ്പൾസിൽ പോകണമെന്നുണ്ട്. പക്ഷേ ഒരു ആളെ കിട്ടിക്കഴിഞ്ഞാൽ 2 വണ്ടി കൂടെ ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇത് വെക്കുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ മഴ ആയിക്കഴിഞ്ഞാൽ എൻഡ്യൂറോ ടെയിലൈറ്റിന് നല്ല പണി കിട്ടും. നമ്മൾ അണ്ണാക്കി വരെ അടിച്ച് വെള്ളം കയറും. അപ്പോൾ ഇത് വെക്കാമെന്ന് വെച്ചു. എൻഡ്യൂറോ ടെയിലൈറ്റ് എന്തായാലും മാറ്റി സ്റ്റോക്കിലോട്ട് ആക്കാനായിട്ടുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ. ഇനിയിപ്പോൾ എക്സ്പൾസ് എടുത്ത് കുറേ റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്, മൺസൂൺ റൈഡൊക്കെ. സോ ഇതിൻ്റെ ഒരു സംഭവമുണ്ട്. 230 രൂപ ഉള്ളൂ കവർ. ആ കവർ മേടിച്ചാലേ നമുക്കിത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഹെവി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ ഒരു മഴയത്ത്. പ്രത്യേകിച്ച് ഈ ഒരു ഹൈവേ കൂടെയുള്ള നിങ്ങൾ കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്തൊരു മോശപ്പെട്ട റോഡാണ് ഇപ്പം നിലവിൽ നമ്മുടെ ഹൈവേയിലുള്ളത്. അതാരും കുറ്റം പറയാൻ പറ്റത്തില്ല. വണ്ടിയുടെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓഫായി പോകും. ഞാൻ കാരണം എന്തോരം ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടെന്നറിയാം. ഇതൊക്കെ ഞാൻ കാരണം ഉണ്ടായതല്ല, ഞാൻ സൈഡിലോട്ട് മാറി നിന്നത്. പക്ഷേ വണ്ടി ഒരു 10-15 അടുത്തെങ്കിലും ഓഫായിട്ടുണ്ട്. 1.5 മണിക്കൂർ കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16 കിലോമീറ്റർ എത്തിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അത്രയ്ക്ക് ശോകാവസ്ഥയിലായിരുന്നു വണ്ടി. പമ്പിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്തായാലും കടയിൽ എത്താനായിട്ട് കുറച്ചും കൂടെ ഉള്ളു കേട്ടോ. നമ്മളങ്ങനെ മോട്ടോക്കോണ്ടിലെത്തി. വണ്ടി ഒരു പരുവത്തിനാണ് കേട്ടോ ഇവിടെ കൊണ്ടെത്തിച്ചത്. അതായത് വണ്ടി അനക്കമില്ലായിരുന്നു. അതായത് അവിടെ നിന്ന് ഇവിടം വരെ ഒരു 10-20 സ്പീഡിലാണ് ഇവിടെ എത്തിയത്. ഒരു 50 അടുത്തെങ്കിലും വണ്ടി ഓഫായിട്ടുണ്ടായിരിക്കും. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എന്തോ ഒരു സംഭവം കയറി ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളമാണോ കരടാണോ ഒന്നും തന്നെ അറിയത്തില്ല. എന്തുവാണെങ്കിലും അഴിച്ച് നോക്കിയിട്ട് കാര്യമുള്ളൂ. കാര്യം ഫ്യൂൽ പമ്പിൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് നോക്കാം. അതുകൊണ്ട് നമ്മൾ പെട്രോളൊന്ന് ഊറ്റി നോക്കുവാണ് കേട്ടോ. അത് വെള്ളം വല്ലതും ഉണ്ടോയെന്ന് അറിയാനായിട്ട്. നല്ല ഫോഴ്സിലല്ലേ വരുന്നത്. ഇത് കരട് വല്ലതും ഉണ്ടോ ബ്രോ? നോക്കിയിട്ട് അടിയിൽ എന്തൊക്കെയോ കിടപ്പുണ്ടല്ലേ. എന്തൊക്കെയോ വന്നിട്ടുണ്ടാകും തോന്നാണ്ട്. ഇതാണ് നമ്മുടെ ഫ്യൂൽ പമ്പിൻ്റെ അവസ്ഥ. അത്യാവശ്യം ഉണ്ടല്ലേ പക്ഷേ ഫുള്ള് തുരുമ്പും കരടൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഭയങ്കര കരട്. ഇതാണ് മിസ്സിങ് വരാൻ കാരണം.
അത് ഇത് മോട്ടറിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. തുരുമ്പല്ലേ? പമ്പ് തുരുമ്പിച്ചാണോ? എന്തോ ചെയ്ത്? പമ്പിന് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലായിരിക്കും അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. തുരുമ്പൊരുപാട് കയറിയ പമ്പ് പോയില്ലേ? അല്ല, സൗണ്ടിന് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ആ പമ്പിനകത്ത് തുരുമ്പ് കയറി സ്റ്റക്ക് കഴിഞ്ഞാലേ പമ്പിന്റെ പ്രഷർ പോകും ചീറ്റാനുള്ള. ആഴ്ച നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ലേ പമ്പ്? വിളിച്ചാൽ ഇതിന്റെ വല്ലതും ആയിരിക്കും. ആയാ മതിയായിരുന്നു. ഈ ഇതിന്റെ ഫിൽറ്ററിന്റെ അല്ലേ? ആ അതെ, ഇത് കണ്ട ഇതാണ് ഈ പെട്രോൾ പോകാൻ പാട്. മൊത്തത്തിൽ കലിപ്പറിയിക്കാൻ കേട്ടോ പമ്പ്. അതാണ് ഇത് കണ്ട. ഇത് ഫുള്ള് തുരുമ്പല്ലേ നോക്കി. നിയാശനൊക്കെ പറഞ്ഞേ അങ്ങനെ ഇതിന്റെ പമ്പൊന്നും കംപ്ലൈന്റ് ആകത്തില്ല. പെട്ടെന്ന് കംപ്ലൈന്റ് ആകത്തില്ല. ഫുള്ള് പോകുക വേഗമുണ്ടോ ഇതിന്റെ മോനെ. പെട്രോൾ ഉമ്മല്ല ഇറങ്ങാൻ. നമ്മൾ വണ്ടി ഫുള്ള് മൊത്തത്തിൽ അഴിച്ച് ക്ലീൻ ചെയ്ത് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സെറ്റായിട്ടാ, അടിപൊളി. മിസ്സിങ് ഒക്കെ എന്തായാലും മാറിയിട്ടുണ്ട്. ഒരു ലോഡ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തുരുമ്പായിരുന്നു ഇതിനകത്ത് ഫിൽറ്ററിലുണ്ടായിരുന്നത്. മിസ്സിങ് എല്ലാം മാറി, അന്യായമായി കേട്ടാ. അപ്പോൾ ഒരു ലോഡ് ചെളിയായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ചെളിയെല്ലാം തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കാര്യം ഇതിൻ്റെ ഫിൽറ്ററായിട്ട് മാത്രം മേടിക്കാൻ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. വല്ല ആമസോണിലോ വല്ലോ ഫ്ലിപ്കാർട്ടിലോ വല്ലതും കയറി നോക്കാമായിരുന്നു. എന്തായാലും ഇപ്പം നിലവിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് എന്തായാലും ആക്കിയിട്ടുണ്ട്. V2-ൻ്റെ പവർ ഇപ്പോഴാണ് കേട്ടോ എനിക്കറിയാം ഫീൽ ചെയ്തത്. മൈ ഗാഡ്, വേറെ ലെവൽ കേട്ടാ. കൊള്ളാം. എന്തായാലും നമ്മുടെ വണ്ടി റെഡിയാക്കി കിട്ടി എന്നുള്ളത് വളരെ സന്തോഷപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യങ്ങളാണ്. നേരത്തെ സത്യം പറഞ്ഞാൽ വണ്ടി നമുക്ക് ഓടിക്കാനേ പറ്റില്ലായിരുന്നു. ഇപ്പം എന്തായാലും വണ്ടി ഇനിയിപ്പോൾ എവിടെ വേണേലും നമുക്ക് കൊണ്ടുപോകാം. ആ ചെളി സത്യം പറഞ്ഞാൽ നിങ്ങൾ കാണേണ്ട തന്നെ ആയിരുന്നു. ഞങ്ങളൊരു 1.5 മണിക്കൂറോളം ഇരുന്നാണ് ആ ചെളി കേരളമൊക്കെ കളഞ്ഞത്. പറഞ്ഞു തീർന്നില്ല, ചെറിയൊരു മിസ്സിങ് വന്ന്. അതെന്തായാലും ആ ഫിൽറ്റർ മാറാതെ എന്തെങ്കിലും ആ ഒരു ഇടയ്ക്കും കൂടെ ഉള്ളൊരു മിസ്സിങ് എന്തൊക്കെയാലും മാറത്തില്ലെന്ന് തന്നെ വേണേൽ പറയാം. അവിടെ കടയിലൊരു പോലീസുകാരൻ ഇപ്പോൾ ഉണ്ട്. പുള്ളിയുടെ വണ്ടി നന്നാക്കാനായിട്ട് വന്നേ. പക്ഷേ നമ്മൾ എക്സോസ്റ്റ് ഒന്നും വെച്ചിട്ടില്ല, ഫിൽറ്റർ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ടാങ്ക് ഇട്ടിട്ട് ഇവിടെ നിന്ന് തെറിക്കാം. ഓക്കെ. എന്തായാലും ആമസോണിൽ 148 രൂപയ്ക്ക് ഇതിൻ്റെ ഫ്യൂൽ ഫിൽറ്റർ അവൈലബിൾ ആണ്. ഷോറൂമിൽ കിട്ടുമെന്നുള്ള കാര്യം അറിയത്തില്ല. ഒരു R1 ക്രോസ് പ്ലെയിൻ്റെ ഒരു സൗണ്ട് പോലെ എനിക്ക് തോന്നുന്നു. എന്നെ തെറിവിറിക്കരുത് കാര്യം. എനിക്ക് ഇങ്ങനെ വണ്ടി ഇരുന്ന് ഓടിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു ആ ഒരു ഫിൽറ്ററിൻ്റെ സൗണ്ട്. എന്തായാലും ഫിൽറ്റർ നമ്മൾ മാറ്റുകയാണ്. ഫിൽറ്റർ അത്ര നല്ലതല്ല വണ്ടി വെക്കുന്നത്. പക്ഷേ പുള്ളി 10-15 വർഷമായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ലെന്നാണ് പറയുന്നത്. കംപ്ലൈൻ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല. വണ്ടി നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തി. ഓക്കെ. ഈ ഹൈവേയുടെ പണി തീരാതെ എന്തായാലും ഈ ഒരു ദുരിതം കൊണ്ട് എന്തായാലും മാറാൻ ചാൻസ് ഇല്ല. ചെറിയൊരു മിസ്സിങ് വന്നു. അതെന്തായാലും മൈ ഗാഡ്, 0 to 100 in no time. 100 കയറിയില്ല, ബട്ട് കൈ കൊടുത്താൽ കയറുമ്പോൾ നമ്മൾ സേഫ്റ്റിയും കൂടെ മാനിക്കണം. കാര്യം ഫ്രണ്ടിൽ ഒരു പാണ്ടലോറിയൊക്കെ പോകുന്നുണ്ട്, ടാങ്കറൊക്കെ പോകുന്നു. ABS-ഉം ഇല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ABS ഇല്ലാത്ത വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ഭയങ്കരമായ പേടിയാണ്. കാര്യം നല്ല സ്പീഡിൽ വന്നിട്ട് കൈ പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത് പാളും. കാര്യം നമ്മൾ കുറേ നാളുകൊണ്ട് ഇപ്പോൾ ABS
ഇല്ലാത്ത വണ്ടിയല്ലേ ഓടിക്കുന്നത്. FC ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം സ്പീഡ് എടുക്കുന്നില്ലല്ലോ. അത്യാവശ്യം പെർഫോമൻസ് ഉള്ള ഇതുപോലുള്ള വണ്ടികളൊക്കെ ABS ഇല്ലാത്തത് വളരെ സൂക്ഷിച്ച് വേണം ഓടിക്കാനെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചുമ്മാ ഗവൺമെൻറ് നമ്മുടെ റോഡിന് ABS മാൻഡറ്ററി ആക്കിയത്. ഇതിൻ്റെ ആക്സിലേറ്റർ കേബിളോടെ മാറണം. സത്യം പറഞ്ഞ ഒരു ആവേശത്തിന് അങ്ങോട്ട് ഇറക്കിയതാണ്. പണി 8ൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അവിടെ റോഡിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കിയതാ. വണ്ടി മൊത്തത്തിൽ ചെളിയായി ഗായ്സ്. കയറിയാൽ മതിയായിരുന്നു. എക്സ്പൾസും അല്ല, എന്തായാലും നനഞ്ഞ് എൻ്റെ മോനെ. കാലെന്തായാലും കഴുകി കുറച്ച് വെള്ളം അവിടെ ഉണ്ടായിരുന്നു. ഒരു ആവേശത്തിന് അങ്ങോട്ട് ഇറക്കിയതാണ്. 10 മിനിറ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. എന്നെക്കാളും എൻ്റെ കൂടെ വന്നവരൊക്കെ ഇപ്പോൾ കായംകുളത്തേക്കാണ്. കാളി മൊത്തം ചെളിയുമായി, സമയവും പോയി. ഇതാണ് പറയുന്നത്, കുറച്ച് ക്ഷമ കാണിച്ചാൽ നമ്മുടെ ജീവിതം വലിയ മണ്ടത്തരങ്ങളില്ലാതെ നമുക്ക് പോവാം. പിന്നെ ഇതിന് ക്രൂസ് കൺട്രോളൊക്കെ ഉണ്ട്. കണ്ടോ കണ്ടോ, ഞാൻ കൈ കൊടുക്കുന്നില്ല. ആക്സിലേറ്റർ കേബിൾ പോയി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ 60-61 സെറ്റാണ്. ഇത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ക്രൂസ് കൺട്രോൾ വേറെ ഒരു വണ്ടിയിലും ലോകത്ത് കാണാൻ ചാൻസ് ഇല്ല. എക്സ്പെക്റ്റ് ഈ ആക്സിലേറ്റർ പോയ വണ്ടികളല്ലാതെ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.